വലിയ പ്രചരണങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി. പ്രത്യേകിച്ചും പഞ്ചായത്ത് ഇലക്ഷന് ശേഷം കേരളത്തിലുടനീളം നോർത്ത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ക്രൈസ്തവ ആക്രമണങ്ങൾ നടക്കുന്നു. അത് മുഴുവൻ സംഘപരിവാർ BJP സംവിധാനങ്ങളിൽ നിന്നാണ് നടക്കുന്നത്. വലിയ പ്രചരണമാണ്. ഇന്ന് ഔദ്യോഗികമായി കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹം ഇന്ന് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, തൊട്ട് അയല രാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്ന നരഹത്യയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്ത KC വേണുഗോപാലാണ് ഇത്തരത്തിലുള്ള പ്രചരണവുമായി നടക്കുന്നതെന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമാണ്. അതുമാത്രമല്ല, ഈ വ്യാജ പ്രചരണങ്ങളിലൂടെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുക എന്നുള്ള വലിയ ഉദ്ദേശം കൂടി കോൺഗ്രസിനുണ്ട്. ബംഗ്ലാദേശിൽ ഉൾപ്പെടെ ഈ നരഹത്യയ്ക്ക് പിന്നിൽ ഉള്ള ശക്തികൾ ഏതൊക്കെയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉള്ള ആക്രമണങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അതേ ജമാഅത്തെ ഇസ്ലാമിയെ സ്വന്തം ആക്കിയിട്ടുള്ള കോൺഗ്രസ്സിന് ഈ പ്രചരണങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസ്സിന് ദോഷം ചെയ്യുമെന്നുള്ള വലിയ കാഴ്ചപ്പാടിലായിരിക്കാം ഇന്ന് 2 ദിവസമായി ഭയങ്കരമായ സ്നേഹമാണ്. ആദ്യം കേരളത്തിലാണ് ഇത് ഏറ്റവും വലിയ പ്രചരണം നടക്കുന്നത്. കേരളത്തിൽ നടന്നിട്ടുള്ള ക്രൈസ്തവ ആക്രമണങ്ങളെക്കുറിച്ച്, അല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഒരക്ഷരം ഇവരാരും മിണ്ടി ഞങ്ങളാരും കണ്ടിട്ടില്ല. ഏറ്റവും ദുഃഖകരമായ സത്യം, നമ്മുടെ പള്ളുരുത്തി സെയിൻറ്റ് റീറ്റ സ്കൂളിൽ സ്കൂളിന് നേരെ STP ആക്രമണം ഉണ്ടായപ്പോൾ മലയാളി കൂടിയായ AICC ജനറൽ സെക്രട്ടറി ഒരക്ഷരം ആ വിഷയത്തിൽ മിണ്ടി നമ്മളാരും കണ്ടില്ല. ഇന്നും ഈ നിമിഷവും കളമശ്ശേരിയിലെ കന്യാസ്ത്രീ മഠത്തിന് മുമ്പിൽ അതിക്രമിച്ച് കയറി അവരുടെ വഴിയും കുടിവെള്ളവും തടസ്സപ്പെടുത്തി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനെതിരെ ഇവരാരും മിണ്ടുന്ന കണ്ടില്ല. ഇവിടെ മുനമ്പത്ത് അത്രയും വലിയ വിഷയം, ക്രൈസ്തവർക്ക് ഏറ്റവും അധികം നേരിട്ടൊരു വിഷയമുണ്ടായിട്ട് അവിടെ ആരെയും ഇന്ന് വരെയും പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടില്ല. അതുപോലെ നമുക്കറിയാം, ക്രൈസ്തവർ ഇന്ത്യയിൽ ന്യൂനപക്ഷം, ഞാനൊരു ന്യൂനപക്ഷക്കാരനായ ക്രൈസ്തവനായ വ്യക്തിയാണ്. 2.5% പോലും ക്രൈസ്തവർ ഇന്ത്യയിലില്ല. പക്ഷേ 50%-ലധികം ക്രൈസ്തവരുള്ള നൈജീരിയയിലും സുഡാനിലും വലിയ രീതിയിലുള്ള നരഹത്യ നടക്കുമ്പോൾ അതിൽ എത്രയോ സുരക്ഷിതരായി ഇന്ത്യ മഹാരാജ്യത്ത് ക്രൈസ്തവർ ജീവിക്കുന്നു എന്ന് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുമ്പിൽ വരുന്ന ഏതൊരു വിഷയങ്ങളെയും ഇടപെടാനും, നമുക്കറിയാം 150 കോടി ജനമുള്ള ഈ രാജ്യത്ത് ഒരു വിഷയം എവിടെയെങ്കിലും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള എലമെൻറ്റ്സ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ അറിയുന്ന വിഷയങ്ങളിൽ വളരെ കൃത്യമായി ഇടപെടാൻ, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും, നിങ്ങൾക്കറിയാം ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ പോയി നിന്ന് പരിഹാരമായി, ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പോയി നിന്ന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും ഒക്കെയായി നിരന്തരമായി BJPയുടെ നേതൃത്വവും കേന്ദ്ര സർക്കാരും നിരന്തരമായി ഇടപെടുന്നതും അവരുമായി നല്ല ബന്ധത്തിലാകുന്നതുമൊക്കെ കോൺഗ്രസ്സിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, CBCIയുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഒരു തികഞ്ഞ സ്വയം സേവകൻ കൂടിയായ ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം ഉണ്ണീശോയ്ക്ക് മുമ്പിൽ വണങ്ങുന്ന ചിത്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള, മാത്രമല്ല പിറ്റേ ദിവസം ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റെ വീട്ടിൽ നടന്നിട്ടുള്ള ക്രിസ്മസ് ആഘോഷത്തിൽ ഇന്ത്യ ഒട്ടാകെയുള്ള ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ, അത് എല്ലാ ഫ്രാക്ഷൻസിലുമുള്ള മതമേലധ്യക്ഷന്മാർ പങ്കെടുത്തിരുന്നു. ഇതൊക്കെ കാണുന്ന കോൺഗ്രസ്സിന് വളരെ പർപ്പസ്ഫുള്ളി വലിയ രീതിയിലുള്ള, അത് ഇന്ന് മാത്രമല്ല ഇപ്പോൾ പറഞ്ഞു പാലക്കാട് കരോള് തടസ്സപ്പെടുത്തി. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? പാലക്കാട് അതിനെക്കുറിച്ച് വിശദീകരണം പാലക്കാട് ബിഷപ്പ് തന്നെ പറഞ്ഞു. സഭയോ പള്ളിയോ അറിഞ്ഞിട്ടുള്ള കരോളല്ല. ആ കരോള് CPMൻ്റെ നേതൃത്വത്തിൽ കുറേ ആളുകൾ അവിടെ പ്രാദേശികമായ എന്തോ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിലുണ്ടാക്കിയ കലഹത്തിൽ അവിടെയും പറയുന്നു പാലക്കാട് കരോള് RSS തടസ്സപ്പെടുത്തി. RSS ഞാൻ വെല്ലുവിളിക്കുന്നു. RSSും BJPയുമായി ആ സംഭവത്തിന് യാതൊരു ബന്ധവുമില്ല. പ്രാദേശികമായി അവിടെ, അത് ബിഷപ്പ് പറയുകയാണ്, ഞങ്ങളുമായി യാതൊരു ബന്ധമില്ല എന്ന് ബിഷപ്പ് പറഞ്ഞൊരു വിഷയത്തിന് മേലാണ് ഇപ്പോൾ KC വേണുഗോപാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഞങ്ങൾ അതിൻ്റെ തികഞ്ഞ അവജ്ഞയോടുകൂടി തന്നെ ഞങ്ങൾ തള്ളിക്കളയാണ്. മാത്രമല്ല, ഇവർക്ക് ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം BJPക്ക് ക്രൈസ്തവ വിരുദ്ധരാക്കുന്ന ഈ നിലപാട്, മാത്രമല്ല ഇലക്ഷൻ എടുക്കുമ്പോൾ
കേരളത്തിലുള്ള നേതാക്കന്മാർ വടക്ക് നോക്കി യന്ത്രങ്ങളായി മാറുകയാണ്, വടക്കോട്ട് നോക്കിയിരിക്കുകയാണ്. സ്വന്തം നാട്ടിൽ എന്ത് നടക്കുന്നു, സ്വന്തം നാട്ടിൽ എന്താണ് വിഷയം. ക്രൈസ്തവരോട് ഇത്രയേറെ സ്നേഹമുള്ള കോൺഗ്രസ് ക്രൈസ്തവർക്കുള്ള ആകെയുള്ള സംവരണം എന്താ? EWS. ആ EWSനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നാൽ അതിലൊരു നിലപാടൊന്ന് മാറ്റാമോ KC വേണുഗോപാൽ? അപ്പോൾ മുഖ്യധാരാ വിഷയങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ഉൾപ്പെടെ ഇന്നറിയാം, ഇന്ന് നിങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നു, ഡൽഹി അതിനുവേണ്ടി വലിയ പ്രക്ഷോഭം ഇവിടെ നടക്കുന്നത്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതികരിച്ചു ബംഗ്ലാദേശിലുള്ള ഈ കൂട്ടക്കൊലയെക്കുറിച്ചും ഈ നരഹത്യയെക്കുറിച്ചും. എന്നിട്ടും നിങ്ങൾ KC വേണുഗോപാലിൻ്റെ ട്വീറ്റ് എടുത്ത് നോക്ക്, എവിടെയും ഇതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാത്ത KC വേണുഗോപാലാണ് കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ച്. ഞാൻ പറയല്ലോ, എവിടെയൊക്കെ ഇഷ്യൂസ് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടോ, ഇഷ്യൂസ് ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ കൃത്യമായി ഇടപെടാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ അല്ല, എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ള വലിയ മെസ്സേജാണ് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ല, എല്ലാവരെയും ഒരുമിച്ച് നിർത്തണമെന്നുള്ള വലിയ മെസ്സേജ് ആണ് ഞങ്ങളുടെ നേതാവ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഞങ്ങളതനുസരിച്ച് പോകുന്നവരാണ്. ഇത് അങ്ങേറ്റം അപലപനീയമാണ്. തെറ്റിദ്ധാരണ പരത്തുക, ഇലക്ഷൻ ആകുമ്പോൾ വലിയ ക്രൈസ്തവ സ്നേഹമാണ്. എന്നാൽ ഈ വിഷയങ്ങളുണ്ടായ സമയത്തൊന്നും, നിർമ്മല കോളേജ് പ്രശ്നമുണ്ടായപ്പോൾ എന്തിന് കല്ലറങ്ങാട്ട് പിതാവിനെതിരെ ആക്രോശവുമായി ബിഷപ്പ് ഹൗസിലേക്ക് STP മാർച്ച് നടത്തിയപ്പോൾ ഇതൊന്നും, അന്ന് പിതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപ്പോൾ ഇവർക്ക് ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് ഈ ക്രൈസ്തവ സ്നേഹം. ഇതുകൊണ്ടൊന്നും സഭ ആയിട്ടുണ്ടാകുന്ന നല്ല ഓരോ ദിവസവും വലിയ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയും ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ടും വിവിധ മതവിഭാഗങ്ങളുമായി വലിയ നല്ല ബന്ധമാണ് ഞങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ തകർക്കാൻ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണവുമായി ഇറങ്ങരുതെന്ന് കോൺഗ്രസിനെ വിനയപൂർവ്വം ഓർപ്പിക്കുന്നു.